നോൺ ആക്റ്റീവിൻ്റെ കിട്ടിലെ ശേഖരം നിങ്ങൾക്ക് 512 GB ആണ് 512, 256 ആണ് 256. ഈ 3 കളർ നമുക്ക് അവൈലബിൾ ആണ്. അമ്മാതിരി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ജസ്റ്റ് ആക്റ്റീവ് ആയിട്ടുള്ള സാധനം. ജസ്റ്റ് ആക്റ്റീവ് ആയിട്ട് സിം ഉണ്ടാവുമോ? നമ്മുടെ 13 Pro Max 250 GB, അതുപോലെ 1 TB 90 എബോവ് ബാറ്ററി ഉണ്ടാവും കേട്ടോ. 90 എബോവ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടാണ് സാധനം. ഓക്കെ, ഇനി നമുക്ക് 12 Proയിലേക്ക് കിടക്കാം. ഓക്കെ, ഇപ്പോൾ 13 Pro ജസ്റ്റ് ആക്റ്റീവ് ഞങ്ങൾക്കൊന്ന് കാണിച്ചു കേട്ടോ. 13 Pro മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് മേടിക്കാൻ പറ്റിയ നല്ലൊരു സാധനം. മാനുഫാക്ചർ ഡിഫക്റ്റ് കാരണം 1 TB 3000 ദിനത്തിന് നോൺ ആക്റ്റീവ് കൊടുക്കും അല്ലേ? പിന്നെ അടുത്ത ഓഫർ പ്ലീസ്. ഓക്കെ, ഖത്തറിലെ പുതിയ ഷോപ്പ് നമ്മൾ തുടങ്ങുന്നതായിരിക്കും. ഒമാനിലെ ഡെലിവറി ഉണ്ട്. അതുപോലെ തന്നെ സൗദിയിൽ ഇപ്പോൾ ഒന്നും ആയിട്ടില്ല. ബാക്കിയുള്ള സൗദിയിലേക്കുള്ള ഡെലിവറി നമുക്ക് നോക്കാം. ഖത്തറിൽ വന്നു കഴിഞ്ഞാൽ ഖത്തർ വഴി സൗദിയിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അല്ല, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒറ്റ പോക്ക് പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും വാങ്ങുമ്പോൾ ഒരു ഡൗട്ടാണ്, അയച്ച ഫോണാണോ എന്ന്. അയച്ച ഫോണാണ് iPhone 13 256 GB. ഓക്കെ, 13 Pro 1899. 40 Pro Max ഇന്നൊരാൾ ചോദിച്ചുള്ളൂ കേട്ടോ കമന്റിൽ. 40 Pro Max അല്ല, 40 Pro ആണ്. നമുക്ക് കൂടെ കൊടുക്കാം. നല്ല ക്യാമറ. ഇത് കൂടാണ്ട് ആഡ് ഓൺ ആയിട്ട് ചേർക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 year ഓതറൈസ്ഡ് ഇൻഷുറൻസ് വാറണ്ടി. 50 ദിവസത്തിന് നിങ്ങൾക്ക് 512 GB ഇട്ടിട്ട് 15 Pro. അപ്പടി ഞാൻ ജസ്റ്റ് ആക്റ്റീവ് കൊടുക്കും, ഞാൻ നോൺ ആക്റ്റീവ് കൊടുക്കും. കൂടാനുള്ളവരെല്ലാം കൂടെ കുടിക്കോ. വെൽക്കം ടു BBA. ഈ ജസ്റ്റ് ആക്റ്റീവ് നോൺ ആക്റ്റീവ് മാത്രമല്ല യൂസ്ഡ് ഉണ്ട്. നല്ല അടിപൊളി സ്റ്റോക്ക് എല്ലാം ഉണ്ടല്ലോ അല്ലേ? സാധനം പറപ്പിക്കാൻ പറ്റിയ മുതൽ അതുകൊണ്ട് അപ്പോൾ പൊളിച്ചെടുക്കും. പൊടിച്ചെടുക്കും. ഓക്കെ, അപ്പോൾ പൊളിച്ചെടുക്കാൻ പോട്ടെ. യൂസറിന്റെ കീഴിലെ വീഡിയോ ചെയ്യാൻ പോണു. ഉഷാറല്ലേ? പോളി. ഈ കണ്ണടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ കണ്ണട കൊടുക്കോ? പിന്നെ ചോദിക്കുന്നുണ്ടല്ലോ ഈ കണ്ണട വരുമോന്ന്. കൊടുക്കല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഏതിൽ തുടങ്ങണമെന്ന്? നമുക്ക് ആദ്യം നോൺ ആക്റ്റീവ് കൊടുക്കണോ അതോ യൂസ്ഡ് കൊടുക്കണോ? ഏതിലും തുടങ്ങാം. നോൺ ആക്റ്റീവ് ഇരിക്കട്ടെ. നമുക്ക് നോൺ ആക്റ്റീവ് എന്ന് പറയുന്ന കാറ്റഗറി ഫസ്റ്റ് തുടങ്ങാം, പിന്നെ ജസ്റ്റ് ആക്റ്റീവ് കൊടുക്കാം, പിന്നെ യൂസ്ഡ് കൊടുക്കാം. അതാണ് നല്ലത്. അതാവുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും. ഓക്കെ, ഫസ്റ്റ് കൊടുക്കുന്നത് നോൺ ആക്റ്റീവ്. ഓക്കെ, നോൺ ആക്റ്റീവിൽ നമ്മൾ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 സ്റ്റോക്കുകളാണ് നമ്മൾ കാണിക്കുന്നത്. 3 സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞാൽ 3 സ്റ്റോക്കുകൾ. ഇതിന്റെ നടുക്ക് നമ്മൾ എന്താക്കുന്നുണ്ട് ഗോൾഡ്. അപ്പോൾ അടിപൊളി 1 TB ആണ്. ഒന്ന് 1 TB 14 Pro 1 TB ഉണ്ട്, 512 GB ഉണ്ട്, ഗോൾഡ് കളർ ഉണ്ട്. 512 GB 256 ഉണ്ട്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നോൺ ആക്റ്റീവിൽ 3 നമ്മൾ കൊടുക്കാൻ 256 ആണ് ഫസ്റ്റ് പറയാൻ പോകുന്നത്. 2850 dirhams ഹോങ്കോങ് വെർഷൻ, ഫിസിക്കൽ ഡുവൽ സിം. 256 അതായത് ഫിസിക്കൽ ഡുവൽ സിം. 512 പക്ഷേ 256 GB. ഓക്കെ, 256 GB 2 സിം ഉള്ള സാധനം. ഫിസിക്കൽ ഡുവൽ സിം ഇടാൻ പറ്റും. ഫിസിക്കൽ ഡുവൽ സിം 2 സിം ഇടാൻ പറ്റും. വേറെ കാര്യം ഓർക്കണം, ഇതിൽ ഫിസിക്കൽ ഡുവൽ സിം പറയുമ്പോൾ ഈ സിം സപ്പോർട്ട് ആവില്ല. ഓക്കെ, ഫിസിക്കൽ ഡുവൽ സിം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഡുവൽ സിം. 2 സിം ഇടാൻ 256 GB 512 GB 2 കളർ. ഓക്കെ, ഇതില് പർപ്പിൾ, ഇത് വരുന്നത് ഗോൾഡ്. ഓക്കെ, 2 കളർ അവൈലബിൾ ആണ്. ഇത് UK സ്പെക് ആണ്. ഒരു ഫിസിക്കലും ബാക്കി 8 എണ്ണം 9 അഡീഷണൽ ഈ സിം ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, എത്ര ഇത് പറഞ്ഞ ഇതല്ല, നിങ്ങൾക്ക് ഈ സിം ആഡ് ചെയ്യാൻ പറ്റും. ഇതിൽ 512 GB. ഇതിന്റെ പ്രൈസ് വരുന്നത് 2950 dirhams. 2950 dirhams മച്ചാമാരെ നിങ്ങൾ കിട്ടും. 2 കളർ അവൈലബിൾ ആണ്. അതായത് ഗോൾഡ് ഉണ്ട്, അല്ല കിട്ടില്ല. 2 കളർ 2950 dirhams നിങ്ങൾ കിട്ടും. നോൺ ആക്റ്റീവ് ആയിട്ട് ഇതൊക്കെ നോൺ ആക്റ്റീവ് ആട്ടോ കളി. ഓക്കെ, അടുത്തത് 1 TB. 1 TB ഞങ്ങൾക്ക് 1 TB വേണ്ട. 1 TB 1 TB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പ്രൈസ് കുറച്ച് കുറവുണ്ട്. 50 dirhams കുറവുണ്ട്. കുറച്ചുണ്ട് കേട്ടോ. 50 കുറഞ്ഞിട്ട് കിട്ടും. നമ്മൾ കുറച്ചിട്ടല്ലേ കൊടുക്കൂ. 1 TB 50 നമ്മൾ വീണ്ടും കുറച്ചിട്ടുണ്ട്. അപ്പൊ എത്രയ്ക്ക് കൊടുക്കും? 3149 കൊടുക്കും. 3149 dirhamsന് 1 TB കൊടുക്കും. ഇത് UK സ്പെക് ആണ്. ഒരു ഫിസിക്കലി ബാക്കി സിം. അപ്പൊ നോൺ ആക്റ്റീവിന്റെ കിട്ടിലെ ശേഖരം നിങ്ങൾക്ക് 512 GB ആണ് 512, 256 ആണ് 256. ഈ 3 കളർ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇനി ആദ്യം കൺഫ്യൂഷൻ വേണ്ട. അപ്പൊ ഈ നോൺ ആക്റ്റീവ് എന്ന് പറയുന്നത് കഴിഞ്ഞു. ഇനി ഇതിന് ചെറിയ മോഡൽ നോൺ ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ iPhone 11 നോൺ ആക്റ്റീവ് ഉണ്ട്. എന്തുകൊണ്ട് ഈ നോൺ ആക്റ്റീവ് ബോക്സ് ഇല്ലാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയർ ഔട്ട്. ഇത് നമ്മൾ പറഞ്ഞു ഒരുപാട് പറഞ്ഞ എല്ലാ വീഡിയോയിലും നമ്മൾ ഇത് പറയുമ്പോൾ ആൾക്കാർ ഇവർക്ക് ഇതേ പറയാനുള്ളൂ. ബോക്സ് വരാത്തത് പറഞ്ഞാൽ ഇയർ ബാക്കൗട്ട് അല്ലേ? അപ്പൊ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ന് പറഞ്ഞാൽ ഇത് യൂസ്ഡിന്റെ പ്രൈസിലേക്കല്ല കൊടുക്കുന്നത്. ഇതിപ്പോ സെയിം സാധനം ബോക്സ് ഫീസ് എടുക്കുമ്പോൾ ഒരു 400 500 600 dirhams അധികം കൊടുക്കേണ്ടി വരും അല്ലേ? 12 Pro 13 Pro നോൺ ആക്റ്റീവ് ബോക്സ് ഫീസ് കിട്ടുന്നുണ്ട്. അതായത് ബോക്സ് ആപ്പിളിന്റെ 1 year വാറണ്ടിയുള്ള ബോക്സ് ഫീസ് കിട്ടുന്നുണ്ട്. അതിന്റെ പ്രൈസ് വരുന്ന ശേഷം 3950 3900 ഒക്കെ ഉണ്ട്. ഒരു 50 dirhams പിന്നെ കുറഞ്ഞിട്ട് 15 Pro കിട്ടാണ്ട് 3800 കിട്ടാനുണ്ട്. അപ്പോ ബോക്സ് ഇല്ലാതെ നല്ല സാധനങ്ങൾക്ക് ഒറിജിനൽ സാധനം തന്നെ ഡയറക്റ്റ് ആപ്പിൾ പോയി ചെക്ക് ചെയ്യാം. അടുത്ത നമുക്ക് ചെറിയ മോഡല്
1330 128 GB നോൺ ആക്റ്റീവ് 128 ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1330 നോൺ ആക്റ്റീവ് 11 ആണോ ആശാൻ വരെ യെല്ലോ കളർ എല്ലാ കളറും ഉണ്ട് അല്ലേ? അപ്പൊ നോൺ ആക്റ്റീവിന്റെ എന്തായി ഈ സെക്ഷൻ തീർന്ന ഓക്കെ. ഈ നോൺ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ യൂസ്ഡിൽ വരുന്ന നോൺ ആക്റ്റീവ് യൂസ്ഡ് അല്ല, അതായത് ബോക്സ് പീസ് അല്ല, വിത്തൗട്ട് ബോക്സ് വരുന്ന പീസുകളുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. നെറ്റ് റേറ്റ് ആണ് പറഞ്ഞത്. ഇതിന്റെ കൂടെയൊക്കെ നമുക്ക് കവറും ഗ്ലാസും കേബിളൊക്കെ ഇട്ട് കൊടുക്കാം, സെറ്റ് ആക്കാം. ഇതിന്റെ കവറും ഇതിന്റെ ഗ്ലാസ് ഇതിന്റെ സ്ക്രീൻ കാർഡ് സോറി പിന്നെ കേബിളൊക്കെ മുങ്ങിന് കൂടെ കൊടുക്കാം, നല്ല കേബിളൊക്കെ. ഇത് കൂടാണ്ട് ആഡ് ഓൺ ആയിട്ട് ചേർക്കാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഇയർ ഓതറൈസ്ഡ് ഇൻഷുറൻസ് വാറണ്ടി. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ചെയ്ത് കൊടുക്കാം. ഹാർഡ്വെയർ നെറ്റ്വർക്ക് വിത്തൗട്ട് ഫിസിക്കൽ ഡാമേജ് എനിത്തിങ് ഇഷ്യൂസ് എന്തുണ്ടെങ്കിലും പെയ്ഡ് സർവീസ്, അതായത് നമ്മൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ സ്റ്റോറിൽ നിന്ന് റെഡി ആക്കി. ഇപ്പം ഞാൻ ഈ സാധനം ഇപ്പോൾ ഇവിടുന്ന് മേടിക്കുകയാണെങ്കിൽ 512 എത്ര ദിർഹം കൂട്ടണം? ഇതിൽ 1 ഇയർ വാറണ്ടി ഇടണമെങ്കിൽ 100 dirhams 100 ദിർഹം കൂടി കഴിഞ്ഞാൽ നമുക്ക് 1 ഇയർ ഒരു വർഷത്തേക്ക് കളിക്കാം അല്ലേ? ആപ്പിൾ വാറണ്ടി പോലെ തന്നെ. ആപ്പിൾ വാറണ്ടി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ആപ്പിൾ എന്ന സർവീസ് ചെയ്ത് കൊടുത്തിരുന്നത്. അതിന്റെ ജെന്യൂൻ ആപ്പിൾ പാർട്ട് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതും കൂടെ ആഡ് ഓൺ. ഇത് ഏത് ഫോണിന്റെ കൂടിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ IMEI പാസ് ചെയ്തിട്ടുള്ള എല്ലാ ഫോണിന്റെ യൂസ്ഡ് ഫോൺ ആയിക്കോട്ടെ, അൺഓതറൈസ്ഡ് ആയിട്ട് ഓപ്പൺ ചെയ്യാത്ത ഏത് ഫോണിന്റെ കൂടിയും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അത് വേണ്ടവർ സ്പെഷ്യലായിട്ട് ചോദിക്കണം. അപ്പോൾ അത് സ്പെഷ്യലായിട്ട് എല്ലാവരും നോട്ട് ചെയ്തു. അതാണ് ഏറ്റവും വലിയ. അപ്പോൾ ഈ നോൺ ആക്റ്റീവിന്റെ കാറ്റഗറി അങ്ങോട്ട് കഴിഞ്ഞു. സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതല്ലാണ്ട് വേറൊരു നോൺ ആക്റ്റീവ് ഇറങ്ങുന്നില്ല. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്യണം. മാർക്കറ്റിൽ കിട്ടുന്ന നോൺ ആക്റ്റീവുകൾ ഇതാണ്. 13 Pro 12 Pro അതുപോലെ തന്നെ പിന്നെ വേറെ ഏതാ മോഡലുള്ള 11 Pro ഒന്നുമില്ല. ഇങ്ങനത്തെ മോഡലൊന്നും നോൺ ആക്റ്റീവ് ഇല്ല. 100 ബാറ്ററി എന്ന് പറഞ്ഞിട്ട് ഓടിയിട്ട് പോയിട്ട് നോൺ ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ നിൽക്കരുത്. ഞാൻ എപ്പോഴും പറയാം, വാണിംഗ് ആണ്. അപ്പോൾ പിന്നെ നോൺ ആക്റ്റീവ് ഉണ്ടോ ചോദിച്ചാൽ നോൺ ആക്റ്റീവ് ഉണ്ട്. അതെന്താ ചോദിച്ചാൽ ബോക്സ് പീസ് ആണ് ഇതേപോലത്തെ. പിന്നെ നോൺ ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതന്നെ ബോക്സ് ഇതൊക്കെ നോൺ ആക്റ്റീവ് നോൺ ആക്റ്റീവ് എന്ന് പറയാം. അതായത് വിത്ത് ബോക്സ് പീസ്, സീല് പൊട്ടിക്കാത്ത ബോക്സ് പീസിന് നമ്മൾ നോൺ ആക്റ്റീവ് എന്ന് പറയും. പക്ഷെ ഇത് പൊട്ടിച്ച സാധനമാണെന്ന് മാത്രം. ഇതും നോൺ ആക്റ്റീവ്. ഫോൺ പൊട്ടിച്ചിട്ടില്ല കേട്ടോ. എത്ര കൊടുക്കുന്നത്? അത് 4650 512 GB. 4650 GB ഈ ബക്കറ്റിൽ ഓഫർ കേട്ടോ. ഇത് 4650 ദിർഹത്തിന് നിങ്ങൾക്ക് ഇത് 512 GB കിട്ടും. 15 Pro. ഇനിയിപ്പോ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതെന്താ പറയുന്നത്, നോൺ ആക്റ്റീവ് തന്നെ പറയുന്നത്. ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഉള്ളവരുണ്ടാവില്ല, ഈ നിക്കാഹ്, മറ്റേ കല്യാണം, പിന്നെന്താ പറയാ മറ്റേ കാമുകിക്ക് കാമുകം കൊടുക്കുന്നതും കാമുകന് കാമുകൻ കൊടുക്കുന്നതും മറ്റേ എന്ന് പറയുന്ന പോലെ മുടി കളഞ്ഞ കുട്ടിയൊക്കെ കൊടുക്കുന്നത്, ഫസ്റ്റ് ചെറിയ ഇതൊക്കെ എങ്ങനെ വേണം ഗിഫ്റ്റ് കൊടുക്കണം. അങ്ങനെ കൊടുക്കേണ്ടവർക്കാണെങ്കിൽ ബോക്സ് ആയിട്ട് നിങ്ങൾക്ക് എന്താക്കി തരും, അതും കൊടുക്കുന്നുണ്ട്. 14 Pro Max ഇന്നൊരാൾ ചോദിച്ചുള്ളൂ കമന്റിൽ. 40 Pro Max അല്ല, 40 Pro ആണ്. അതായത് ഇതേ സെയിം സാധനം സീൽഡ് ആക്കിയിട്ട് 14 Pro. 14 Pro ഇത് ബോക്സ് പീസ് അല്ലേ? 14 Pro ബോക്സ് പീസ് കേട്ടോ. ഓക്കെ, പിടി. ഇത് ഇതിനെക്കാട്ടിയും ഒരു 50 dirhams കൂടും. 50 dirhams കൂടുള്ളൂ. ബോക്സ് ഇതിപ്പോ വാറണ്ടി ഉണ്ടോ? ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ സാധനം തന്നെ. ഈ സാധനം തന്നെ ഇതിലേക്ക് കയറ്റിന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് വാറണ്ടി ഇല്ല. വാറണ്ടി ഒന്നുമില്ല. അപ്പോൾ ഇത് വിത്ത് ബോക്സ് ഉണ്ടെന്നേ ഉള്ളൂ. വിത്ത് ബോക്സ് ഉണ്ടെന്നേ ഉള്ളൂ. വാറണ്ടി ഇല്ല. വാറണ്ടി ആഡ് ഓൺ മാത്രം. 1 ഇയർ വാറണ്ടി നിങ്ങൾക്ക് കിട്ടും. വിത്ത് ബോക്സോടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റോ കാര്യങ്ങളോ കൊടുക്കുകയും മുപ്പിൽ പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ. വിത്തൗട്ട് ബോക്സ് ആണെങ്കിൽ 2950, വിത്ത് ബോക്സ് ആണെങ്കിൽ 3000 50 ദിർഹം നിങ്ങൾക്ക് കൂടുതൽ. അത് വേറെ ഒന്നും കൊണ്ടല്ല, ബോക്സ് ഉണ്ട് വെച്ചിട്ട് പൈസ കൂട്ടിയല്ല. ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യിപ്പിച്ച സാധനം, അടിപ്പിച്ച സാധനം. അതായത് മീൻസ് ബോക്സ് പൈസ കൊടുത്ത് വാങ്ങിയോണ്ടാണ് ആ പൈസ കൂടുന്നത്, ഒറിജിനൽ ബോക്സ്. ഓക്കെ ഇപ്പൊ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടുത്ത് നമുക്ക് നേരെ പോവാ. ജസ്റ്റ് ആക്റ്റീവ് ഉണ്ട്, അതായത് തുറന്ന് ഓണാക്കി പിന്നെ ആക്ടിവേഷൻ കഴിഞ്ഞു, അതായത് സിമ്മിട്ടോ അല്ലെങ്കിൽ ആക്ടിവേഷൻ കഴിഞ്ഞ് സ്റ്റോക്കുകൾ ഉണ്ടാവും. അങ്ങനെ വരുന്ന സ്റ്റോക്കുകൾ, അതുപോലെ തന്നെ 0 times ചാർജ് ചെയ്ത് 1 time ചാർജ് ചെയ്ത സ്റ്റോക്കുകൾ ഉണ്ടാവും. അത് ഒരു മുതല് അങ്ങനെ കിട്ടണമെങ്കിൽ റയർ ഓഫ് റയർ ആയിട്ട് കിട്ടുന്ന സ്റ്റോക്കുകളാണ്. അതിൽ നമുക്കിപ്പോൾ തരാനുള്ളത് 14 Pro Max ബ്ലാക്ക് കളർ. 14 Pro Max ഒറ്റ ഒരു ഐറ്റം ഉള്ളൂ, ഒരു ഐറ്റേ ഉള്ളൂ, ജസ്റ്റ് ആക്റ്റീവ് ഒരു ഐറ്റേ ഉള്ളൂ. അപ്പോൾ എത്ര ഒരു മോഡൽ പറഞ്ഞേ ഉള്ളൂ, പക്ഷെ നിങ്ങൾക്ക് എത്ര ഫോൺ വേണമെങ്കിലും കിട്ടും. നല്ല കിട്ടുന്ന ഓഫർ കൊടുക്കും. 14 Pro Max ഈ സ്പെക്ക് വരുന്നത് UAE സ്പെക്ക് ആണ് കേട്ടോ. UAE സ്പെക്ക് ആണ്. സാധനങ്ങൾ നോക്കുമ്പോൾ TGR വരും.
TDR നിങ്ങൾക്ക് വരും. ഇതാ സാധനം നോക്കുക, നല്ല കിട്ടിയിട്ടുള്ള സാധനം. അപ്പോൾ ഇത് കളർ നിന്റെ വ്യത്യാസക്കാരനാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്താ ഈ കളർ നിങ്ങൾ പഠിച്ചില്ലേ? അപ്പോൾ നിങ്ങൾ നീറ്റ് അതിൻ്റെ ക്ലീൻനെസ് നോക്കിക്കോ. ജസ്റ്റ് ആക്റ്റീവ് ആയിട്ടുള്ള സാധനം, സീറോ യൂസർ ആയിട്ടുള്ള, സീറോ സ്ക്രാച്ച് ആയിട്ടുള്ള, സീറോ സ്ക്രാച്ച് എന്ന് പറയാൻ പറ്റില്ല. ഇത് സാധനം അമ്മാതിരി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ജസ്റ്റ് ആക്റ്റീവ് ആയിട്ടുള്ള സാധനം. ജസ്റ്റ് ആക്റ്റീവ് ആയിട്ട് സിം ഉണ്ടാവോ? സിം ഒന്നുമില്ല, ആക്ടിവേഷൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ജസ്റ്റ് ആക്ടിവേഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതായത് വാറണ്ടി ഇല്ല. വാറണ്ടി ഉണ്ടാവില്ല. ആപ്പിളിൽ നിന്ന് വരുന്ന സ്റ്റോക്കാണ്. ആപ്പിളിൽ നിന്ന് വരുന്ന സ്റ്റോക്ക്. ജസ്റ്റ് വാറണ്ടി ഉണ്ടാവില്ല. വാറണ്ടി കളയാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ആക്ടിവേഷൻ ചെയ്യുന്നത്. അങ്ങനെ വരുന്ന പീസുകളാണ് ഈ സാധനം. നിങ്ങൾക്ക് നോക്കിയാൽ ഇപ്പം നമ്മളിത് അവിടെ ഇതിന്റെ പ്രൈസ് വരുന്നത് 3,400 256 GB 256 GB 3,400. ഇതിന്റെ ഇതും കൂടി ഞാൻ കാണിച്ചുതരാം. ഇതിപ്പോ നോൺ ആക്റ്റീവ് അല്ല, ആക്ടിവേഷൻ ചെയ്തതല്ല. സാധനം കൂടി ഞാൻ കാണിച്ചുതരാം. ഇതാണ് സാധനം. കിട്ടുന്നില്ല മോനെ? കിട്ടുന്നുണ്ട്. ഇതിന്റെ ബാറ്ററി ഒറിജിനൽ 256 GB. ഓക്കെ 100 ബാറ്ററി. ഓക്കെ, എല്ലാം കനല് പോലത്തെ തീക്കനൽ പോലത്തെ അതിർപ്പത്തിന്റെ മോഡൽ. സാധനം നോക്കുക, നല്ല ഫ്രഷ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സാധനങ്ങൾക്ക് സാധനം നോക്കുക. നല്ല നരി സാധനം. 3,400 ദർഹത്തിനാണ് ഈ പൊല്ലി സാധനം കിട്ടുന്നത്. ജസ്റ്റ് ആക്റ്റീവ് ആയിട്ടുള്ള മുതലും കിട്ടുന്നുണ്ട് മച്ചന്മാരെ. ജസ്റ്റ് ആക്റ്റീവ് തപ്പിട്ടി, ജസ്റ്റ് ആക്റ്റീവ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല കിഡിലായിട്ട് എടുക്കാൻ പറ്റും. വിത്ത് 1 year ആപ്പിൾ വാറണ്ടി കൂടെ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. 100 ദിർഹം കൊടുത്തു കഴിഞ്ഞാൽ അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% വിശ്വസിച്ചിട്ട് ഇത് മേടിക്കാം. ഓക്കെ, അപ്പോൾ എടുക്കാൻ പറ്റിയവർക്ക്, ഇപ്പോൾ ആഗ്രഹമുള്ളവർക്ക് 14 Pro Max എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് ജസ്റ്റ് ആക്റ്റീവ് ആയിട്ടുള്ള സാധനം. നല്ല 3,400 ദിർഹത്തിന് നിങ്ങൾക്ക് ഈ സാധനം കിട്ടുന്നത്. 256 GB തിരിച്ചു വെക്കണം എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇത് തിരിച്ചു വെച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുക? തിരിച്ചു വെച്ചിട്ടും ഒന്നുമില്ല. ഇതിന്റെ വെറുതെ എന്തിനാ ഇതിന്റെ ബാക്കിൽ ഇതുണ്ടല്ലോ, ഇതിപ്പോ ഇതിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ലെൻസ് ആണല്ലോ, ക്യാമറ ലെൻസ്. ഇതൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും വരും. അപ്പം മേടിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ ഇതിന്റെ മുകളിൽ കവർ ഇടുന്ന സമയത്ത് ബമ്പർ കേസ് ആയിരിക്കും കൂടുതൽ. ബമ്പർ കേസ് ആകുമ്പോൾ പറഞ്ഞാൽ ഈ ബമ്പർ ഉദ്ദേശിക്കുന്നത് ഈ കണ്ട ഈ സാധനം, അതാണ് ബമ്പർ, അല്ലാണ്ട് കാറിന്റെ ബമ്പർ അല്ല. മനസ്സിലായോ? അപ്പൊ എന്തെങ്കിലും എന്താവും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഫോൺ യൂസ് ചെയ്ത് വെക്കുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ വെക്കുന്ന നോർമലി ഇങ്ങനെ എല്ലാവരും വെക്കും. എന്തിനാ അറിയാം ഇങ്ങനെയൊക്കെയാണ് ഈ മെസ്സേജ് വാട്സപ്പിലല്ല മറ്റുള്ളവർ കാണാൻ. പിന്നെ പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ ഭാര്യ വന്ന് കാമുകി രണ്ടെന്നൊക്കെ ഉള്ളവർക്ക് ഓലൊക്കെ ഇങ്ങനെ വെക്കുന്നത്. ഞാൻ ഇങ്ങനെ വെക്കും. എന്റെ ഫോൺ ആർക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ ബാക്ക് ക്യാമറ അടുപ്പിക്കൂല. എനിക്ക് ഫോളോ ദ ജിം, ഡോണ്ട് ഫോളോ ദ ഗേൾസ്. ഫോളോ മറ്റേ ജിം എന്തുണ്ടായിരുന്നു, ഇരുമ്പുകളല്ലോ. സെറ്റ് പറയാം. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, ഒരു 3-4 നമുക്കൊരു ഓഫർ കൊടുക്കാൻ പറ്റും. ലാസ്റ്റ് കൊടുക്കാം, വീഡിയോ ലാസ്റ്റ് നല്ല കിടിലം പോലത്തെ പ്രൈസിന് നോൺ ആക്റ്റീവ് ഒക്കെ ഓഫറിൽ വരും. ഈ പറഞ്ഞ പ്രൈസിന്റെ കുറവിലൊക്കെ ഓഫറിൽ വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി കൊടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആക്റ്റീവില് ഇനിയിപ്പം വന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഒരു 3 പീസ് 13 Pro ഉണ്ട്. 13 Pro ഒന്ന് 512 GB, 2 ഓക്കെ 3 പീസ്. 3 പീസേ ഉള്ളൂ. വന്നു കഴിഞ്ഞാൽ കൊടുക്കും, അത്രേ ഉള്ളൂ. അങ്ങനല്ല, ഇതിപ്പോ വീഡിയോ ഇട്ട് കഴിഞ്ഞ മുമ്പ് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കും. പിന്നെ 3 പീസ്. ഇത് ജസ്റ്റ് ആക്റ്റീവ് ആണ്. ഏതാ സാധനം? ഇത് 13 Proയില് 512 GB. നോൺ ആക്റ്റീവ് ആണ്. ഇത് ജസ്റ്റ് ആക്റ്റീവ് ആണ്. അപ്പൊ ജസ്റ്റ് ആക്റ്റീവ് ഇല്ല ഉണ്ടോ? 13 Pro 14 Pro ഒക്കെ ഉണ്ടോ? 13 Proയിലൊക്കെ എന്ന് പറഞ്ഞാൽ റയർ ഓഫ് റയർ മാത്രമേ കിട്ടും. ഒരുപാട് കാലത്തിന് ശേഷമാണ് ജസ്റ്റ് ആക്റ്റീവ് ഒക്കെ 13 Pro ഇന്ന് കിട്ടിപ്പോയതാ. ഓക്കെ, അപ്പോൾ 13 Pro ജസ്റ്റ് ആക്റ്റീവ് ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. 13 Pro മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് മേടിക്കാൻ പറ്റിയ നല്ലൊരു സാധനം. അരിയും നമ്മൾ കാണിക്കുന്ന നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ജസ്റ്റ് ആക്റ്റീവും നോൺ ആക്റ്റീവും ആണ്. നിങ്ങൾക്ക് 100% ഷുവർ ആയിട്ട് മേടിക്കാൻ പറ്റിയ കിട്ടുന്ന സാധനം. ഓക്കെ, ഇത് എങ്ങനെ കൊടുക്കും? നമ്മള് ഇത് വരുമ്പോൾ 2250 വരും. 512 GB 2250 2250 ദിനത്തിന് വെച്ചാൽ മതി. നല്ല കിണ്ണൻ 100 ബാറ്ററി ഉള്ള സാധനം കേട്ടോ. ഒറിജിനൽ ആട്ടോ. ഏത് ദുനിയാവിൽ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ബാറ്ററി ഒറിജിനൽ ആണോ, ഡിസ്പ്ലേ ഒറിജിനൽ ആണോ, അത് ഒറിജിനൽ ആണോ, ഇത് ഒറിജിനൽ ആണോ, എല്ലാം അതാണ് കളി. അപ്പൊ 13 Proയും ആടിയും പോയി ചോദിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആപ്പിൾ സ്റ്റോർ പോയി ചോദിച്ചോട്ടോ. അവിടെ പോയി ചോദിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആപ്പിൾ സ്റ്റോർ പോയി ചോദിച്ചോ. 13 Pro കുറിച്ച് അറിയണമെങ്കിൽ അമ്മേൻ്റെ അടുത്ത് തന്നെ ചോദിക്കണം. അച്ഛൻ്റെ അടുത്ത് അധികം ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അച്ഛൻ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടക്കും. ചിലപ്പോൾ അച്ഛന്മാരൊന്നും ശ്രദ്ധിക്കാം.
ആപ്പിൾ സ്റ്റോർ തന്നെ പോകണം. അമ്മേൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ എല്ലാം കിട്ടും. അല്ലാണ്ട് പിന്നെ അമ്മേൻ്റെ അടുത്ത് മറ്റേ അച്ഛൻ്റെ അടുത്തും അനിയൻ്റെ അടുത്തും ചേട്ടൻ്റെ അടുത്തും പോയി കഴിഞ്ഞാൽ കിട്ടൂല. മനസ്സിലായി? അതായത് ഞാൻ ഫോൺ എടുത്തിട്ട് ഇവൻ്റെ അടുത്തും അവൻ്റെ അടുത്തും ഇവൻ്റെ അടുത്തും ആപ്പിൾ സ്റ്റോർ തന്നെ പോകണം. അവിടെ തന്നെ പോകണം. ഓക്കെ. അപ്പോൾ വേറെ കാര്യം, ഇവിടെ ഇപ്പോൾ ഇത് ഡെലിവറി എങ്ങനെ യുഎഇയിൽ മാത്രമാണോ? ഒമാൻ. അതുപോലെ തന്നെ ഖത്തറിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഖത്തറിൽ ഷോപ്പ് തുറക്കുന്നത് പറഞ്ഞിട്ട് ഒരുപാട് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഖത്തർ ആരാധകരുണ്ടായിരുന്നു. ഞാൻ ചെയ്ത് ഒരു വീഡിയോ ചെയ്തില്ല. അപ്പോൾ അതുപോലെ തന്നെ ഖത്തറിൽ ഇപ്പൊ നമുക്ക് ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇമ്മാസം ഒരു പകുതിയോടുകൂടി നമ്മൾ വിചാരിച്ചിരുന്നത്. ഓക്കെ. അപ്പോൾ അതിനുള്ള സ്റ്റാഫ് ആൾക്കാരൊക്കെ എടുത്തുകൊണ്ടുണ്ട്. ഖത്തറിൽ എല്ലാവരും വെയിറ്റ് ചെയ്തിട്ടുണ്ടോ? ഫോൺ നമ്മൾ UAE ബേസ് മാത്രം ചെയ്തുകൊണ്ട് ഖത്തറിൽ നമ്മൾ പുതിയൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ അതിന്റെ അവിടുത്തെ ഏരിയയും കാര്യങ്ങളെല്ലാം പഠിക്കണം. സഡൻലി പോയിട്ട് അവിടെ ഇട്ടിട്ടുള്ള പരിപാടിയല്ലല്ലോ ഇത്. മറ്റൊന്ന് പറഞ്ഞാൽ കപ്പലണ്ടി കച്ചവടം അല്ലല്ലോ ഈ മാസം വരില്ലേ? പ്രതീക്ഷ അങ്ങനെയാണ്. മാസം എന്തായാലും തുടങ്ങിയും നമ്മുടെ തുടക്കം കുറിച്ചു. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് പാസ് ചെയ്യേണ്ട കാര്യം പേര്. അപ്പൊ ഖത്തറിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ എത്ര പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പൊ ജസ്റ്റ് ആക്റ്റീവ് ആക്റ്റീവ് ഒക്കെ ഒരു അടാറ് പൊളിയായിട്ടായിരിക്കും. അതും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീടിന്ന് നമ്മൾ കയറ്റി വിടുന്നുണ്ട് ഒരാഴ്ച. ഞാൻ ഈ പെരുന്നാളിന് പോവാണെങ്കിൽ ഞാൻ പോവായിരുന്നു. ഖത്തർ പോകാനുള്ള വെറുതെ അവിടെ പോയിട്ട് എടുത്താണ് പെരുന്നാളിന് മുമ്പല്ലേ, പെരുന്നാളിന്റെ സമയത്താണെങ്കിൽ ഞാനൊന്ന് പോകണ്ടായിരുന്നു. ഒന്ന് ഇറങ്ങിയിട്ട് വരായിരുന്നു. അപ്പൊ ഖത്തർ എല്ലാവരും വെയിറ്റ് ചെയ്യട്ടെ. ഖത്തർ ഫാൻസ് എല്ലാം വെയിറ്റ് ചെയ്യും. നമുക്ക് യൂസ്റ്റിലേക്ക് കിടക്കാം. അപ്പൊ അതിനടുത്ത് യൂസ്റ്റിലേക്കാണ്. അടുത്ത കാറ്റഗറി യൂസ്റ്റില് നമ്മൾ ഫസ്റ്റ് കാണിക്കാൻ പോകുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് 12 11 ഏതാ കൊടുക്കണ്ടേ? പറഞ്ഞേ 11 യൂസ്ഡ് ആയിക്കോട്ടെ. ആദ്യം 11 അങ്ങനെ പറയാൻ മാത്രം സ്റ്റോക്കിലല്ലോ, 2-3 ഉള്ളൂ. കൊടുക്കാതെ 12 സ്റ്റാർട്ട് ചെയ്യാം. 12 ഉണ്ട് നമുക്ക് 1150 12. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 100 പ്രാവശ്യം. ഇത് 100 ബാറ്ററി അല്ല, അത് ബാറ്ററി വേറെ ഉണ്ട്. സ്റ്റോക്ക് ഒരുപാട് വന്നിട്ടുണ്ട്. പുതിയ സ്റ്റോക്ക് 2-3 പീസ് എടുത്താട്ടെ നമ്മൾ വന്ന സ്റ്റോക്കിൽ. iPhone 12 1150 ദിർഹത്തിന് നിങ്ങൾക്ക് മച്ചാൻ iPhone 12 വരും. നാട്ടിൽ പോയി വന്നിട്ട് സ്വന്തം തന്നെയല്ലേ? ബേബി കൽസം തന്നെ കാണിക്കാൻ. iPhone 12 കാണിച്ചെന്നില്ല. ഏത് കളർ വേണമെങ്കിലും iPhone 12. ഒരു കണ്ടീഷൻ ജസ്റ്റ് കാണിച്ചു തരാം. സാധനം എന്ന് പറഞ്ഞാൽ നെലിപ്പൂയി കുട്ടികൾ എന്ന് പറഞ്ഞാൽ അമ്മാതി കുട്ടികൾ, പോത്തും കുട്ടികൾ നല്ലത്. ഇതേത് കുട്ടികളറിയോ? നായ്ക്കുട്ടികൾ. പേർഷ്യ അമ്മാതി സാധനം 1150 dirhams. പിന്നെ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ റിപ്പയറും കാര്യങ്ങളും അങ്ങനത്തെ പാണ്ടാര ഓരോ ഓലക്കരം ഇതൊക്കെ എന്താ ബാറ്ററി പെർസെന്റേജ്? ബാറ്ററി പെർസെന്റേജ് എഴുതിയുണ്ട്. ടെസ്റ്റഡ് സ്റ്റോക്കാണ്. അതുകൊണ്ടാണ് ടെസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് ID, സിം ലോക്ക്, ടെസ്റ്റഡ് ടെസ്റ്റ് വന്ന സ്റ്റോക്കുകളാണ്. മീൻസ് അതെല്ലാം ടെസ്റ്റഡ് ആണ്. മീൻസ് റിപ്പയറും കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാം വർക്കിംഗ് ആണ്. എവരിത്തിങ് ഇസ് ഓക്കെ, എവരിത്തിങ് ഇസ് ഫൈൻ. 1150 1150 കൊടുക്കാൻ പറ്റിയ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതും കൊടുക്കും. ഇത് 1150 iPhone 12 നിരത്തി വെച്ച് കാണുന്ന സാധനം. 12. ഇനി നമുക്ക് 12 പ്രോയിലേക്ക് കിടക്കാം. 12 Pro 512GB സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ബാറ്ററി മാറി ജെന്യൂൻ ബാറ്ററി മാറിയ സ്റ്റോക്ക് ഉണ്ട്. 3 മാസം വാറണ്ടി കൊടുക്കുന്നത്. അത് വരുമ്പോൾ 1650 dirhams 512GB. 512GB എത്ര കൊടുക്കും? 1600 3 മാസം ബാറ്ററിക്ക് വാറണ്ടി കൊടുക്കുന്നത്. അത് ബാറ്ററി മാറ്റിയ സാധനം. ഇനി ബാറ്ററി മാറാത്തയാണെങ്കിൽ 1550 dirhams അതും കൊടുക്കുന്നുണ്ട്. 1550 dirhams ബാറ്ററി മാറാത്ത 512GB. മാറിയത് 1450. മാറിയത് 1600 dirhams വരും. എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ മാറിയിട്ട് വരുന്ന സ്റ്റോക്ക് അല്ല, നമ്മൾ ഇവിടുന്ന് ജെന്യൂൻ ബാറ്ററി മാറുന്നു. അപ്പൊ ബാറ്ററി മാറുമ്പോൾ കൂടുതൽ ബാറ്ററി മാറി വരുമ്പോൾ കുറയും. കാരണം ബാറ്ററി ഓൾറെഡി മാറി വരുമ്പോൾ നമ്മൾ ഇവിടുന്ന് കോസ്റ്റ് കൊടുത്തിട്ട് മാറുമ്പോൾ സ്ട്രിപ്പും പുതിയ ബാറ്ററി 100% അല്ലേ? അപ്പൊ 100% ബാറ്ററി മാറ്റിയോണ്ട് ഇപ്പൊ ബാറ്ററി മാറ്റി കഴിഞ്ഞാൽ അയച്ചിട്ടാണോ ബാറ്ററി മാറ്റുക? അയക്കാണ്ട് ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഡ്രസ്സെല്ലാം ഊരി കഴിഞ്ഞാൽ കുളിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പം കാക്കക്കൂളി കുളിക്കണമെന്ന് വെച്ചാൽ എങ്ങനെ എന്റെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ മൈ ക്വസ്റ്റ്യൻ ഈസ് ഈ അയച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. അയച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഞാൻ പറയട്ടെ, പറയൂ. ഞാൻ ഓപ്പണായിട്ട് പറയും. അതായത് നമ്മുടെ കസ്റ്റമേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണായിട്ട് ചോദിക്കുന്ന കസ്റ്റമേഴ്സ് നമ്മൾ ഓപ്പണായിട്ട് പറയണം. പ്രസവ വേദന ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. വീട്ടിൽ പ്രസവിക്കാണ്ട് ആരും നിൽക്കുന്നില്ല ഇല്ലേ? അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പയർ ആക്കിയെന്ന് വെച്ചിട്ട്
അതായത് ബാറ്ററി മാറി വെച്ചിട്ട് ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല. ഓക്കെ. ബാറ്ററി സർവീസ് ആകുന്ന മാറാൻ വേണ്ടിയിട്ടാണ്. എണ്ണ തീരുന്ന എന്തിനാ? എണ്ണ അടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പം ഫ്യൂവൽ അടുത്ത് തീരും. അപ്പം ഇതിന്റെ ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ ബാറ്ററിയാണ്. ഫ്യൂവൽ തീർന്നു കഴിഞ്ഞാൽ ബാറ്ററി മാറും. ബാറ്ററി മാത്രമേ മാറുള്ളൂ. ബാറ്ററി സർവീസ് ആയിക്കുന്ന ബാറ്ററി ഫോണും ബാറ്ററി മാറാത്തൊരു ഫോണും തമ്മിലുള്ള വ്യത്യാസം എന്താ? വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നത്? ഇത് അയക്കാത്ത പീസാണ് ചോദിക്കുന്നതിന്റെ കാര്യം എന്താ? സൊസൈറ്റിയാണ് മെയിൻ. ശരിക്കും കാര്യം എന്താ? ശരിക്കും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി എന്ന് പറയുന്ന ഒരു ഹെൽത്ത്. നമുക്ക് ഇതൊരു ആൻഡ്രോയിഡ് ഫോണാണ്, ഇതൊരു ആപ്പിളിന്റെ ഫോണാണ്, ഇതൊരു ആൻഡ്രോയിഡ് ആപ്പിളുമാണ്. ഇതിന്റെ ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറാനായി കഴിഞ്ഞാൽ ഇത് ബൾജായി വരും. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇത് ബാറ്ററി മാറാൻ ബാറ്ററിക്ക് എന്തോ പ്രശ്നമുണ്ട്, ഹീറ്റിംഗ് അതെല്ലാം ആയിട്ട് ഇടങ്ങാറായി പറയാം. അത് പറഞ്ഞാൽ ഒരു 80 ബിലോ ആയി കഴിഞ്ഞാൽ സർവീസ് കാണിക്കും. അതായത് ഇതൊരു പ്രൊഫഷണൽ കമ്പനി അല്ല ആപ്പിൾ. ഒരു നമ്മുടെ ഏറ്റവും കൂടുതൽ എന്താ പറയാ സംഭവമാക്കി തലയിൽ മുകളിൽ എടുത്ത് വെച്ച കമ്പനിയാണ് ആപ്പിൾ. അവിടെ എന്നും പറയും ഫോളോ ദ ആപ്പിൾ, ഡോണ്ട് ഫോളോ ദ ആൻഡ്രോയിഡ്. ഒറ്റ വാക്കേ ഉള്ളൂ. പരിപാടിയില്ല. ആൻഡ്രോയിഡിന്റെ ഫ്രണ്ട്സിന്റെ മുത്തുകളെ ഒന്നും വിചാരിക്കരുത്, നിങ്ങൾ തെറ്റിക്കാൻ പറഞ്ഞല്ല, നിങ്ങളൊന്നും വിചാരിക്കരുത്. ഇപ്പൊ ഞാൻ ചോദിച്ചു വരുന്നത് എന്തുകൊണ്ടാണ് ആളുകൾ ഈ അയച്ച ഫോണുകളാണോ എന്ന് ചോദിക്കുന്നത് എന്റെ ക്വസ്റ്റ്യൻ. അയച്ച ഫോണുകൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാർക്കും പേടിയാണ്. അതായത് ഡിസ്പ്ലേ മാറ്റിയ ഫോണ്, പിന്നെ അതുപോലെ തന്നെ ചെറിയ പൈസ കിട്ടുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, എൻ്റെ പൊന്ന് പ്രിയപ്പെട്ട സഹോദരിമാരെ ഞാൻ പറയുന്നത് കുറച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രൈസ് കുറഞ്ഞിട്ട് കിട്ടുമ്പോൾ എന്താണ് പ്രൈസ് കുറഞ്ഞ് കൊടുക്കാൻ പറ്റും. ഒരു 200, 300, 400 ദിർഹംസ് ഒക്കെ കുറഞ്ഞിട്ട് കിട്ടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഓടിപ്പോയി ചാടാൻ പോകും. പ്രത്യേകിച്ച് ലേഡീസിനോട് പറയുന്നത് ഞാൻ എന്നും വീഡിയോ പറയും, എടുത്ത് ചാടി പോകും, വാങ്ങിയിട്ട് വരും, ഇവിടെ വന്ന് നോക്കുമ്പോൾ 12 Pro Max ചിലപ്പം വേണമെങ്കിൽ ആൻഡ്രോയിഡ് വരും ഉള്ളിൽ. പ്രൈസ് നിങ്ങൾ ഒന്നുകിൽ ട്രസ്റ്റുള്ള എടുത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമെടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടുതൽ അറ്റാച്ച്മെന്റ് ആര് തോന്നുന്നുണ്ടോ അവർക്ക് വാങ്ങാൻ പോവാം. 50 ദിർഹംസ് നിങ്ങൾ അധികം കൊടുത്തോ, കുഴപ്പമില്ല, ഒരു സന്തോഷത്തിന് കൊടുത്തോ. നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയ ടിപ്പെല്ലാം കൊടുക്കുന്ന പോലെ കൊടുക്കുന്നില്ലേ, അതേപോലെ ഇവിടെ ഉള്ള ആൾക്ക് ടിപ്പൊന്നും കൊടുക്കുന്ന ഞാൻ പറയില്ല. ഞാൻ പറയുന്നത് വെച്ചാൽ നല്ല സ്റ്റോക്ക് നിങ്ങൾ നല്ല പ്രൈസ് കൊടുത്തോ, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്, മറ്റുള്ളവർക്ക് പിന്നെ അവരുടെ കാഴ്ചക്ക് വേണ്ടിയിട്ടല്ല, ഷോ ഓഫിന് വേണ്ടിയിട്ട് മാത്രമല്ല. ഷോ ഓഫിനാണെങ്കിൽ ഡമ്മി എടുത്ത് നടന്നു, ഒരു പ്രശ്നമില്ല ആപ്പിളുടെ ലോഗോയുള്ള. അപ്പം മാക്സിമം എന്താക്കുക, 50 ദിർഹംസോ ഈ 50 ദിർഹംസ് 100 ദിർഹംസ് കൂടുതൽ നല്ലത് എടുക്കുക. ഓക്കെ, നല്ല എടുക്കുക. ഇത് എടുത്തു. വീണ്ടും വരാം. അപ്പൊ ഈ റിപ്പയർ ആക്കിയതാണോ എന്ന് ചോദിക്കുന്നത്, ബാറ്ററി മാറിയതിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല, അത് ഞാൻ ഗ്യാരണ്ടി ഞാൻ തരാം. ബാറ്ററി മാറിയതിനെ കൊണ്ട് ബാറ്ററി മാറാണ്ട് വേറെ എന്തെങ്കിലും പാർട്സും കൂടി മാറിയിട്ടുണ്ടെങ്കിൽ അതൊന്നും വേറെ പാർട്സ് മാറിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രൈസ് ഡ്രോപ്പ് കിട്ടണം. പിന്നെ ഡിസ്പ്ലേ മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1600 വെക്കുന്ന ഡിസ്പ്ലേ മാറിക്കഴിഞ്ഞാൽ ഒരു 1200 കിട്ടുന്നതിന് കുഴപ്പമില്ല, നല്ല ഡിസ്പ്ലേ ആണെങ്കിൽ പ്രശ്നമില്ല. അത് പുറത്തുനിന്ന് മാറിയത്. ഇനി ജെനുവൻ ആപ്പിൾ പാർട്ട് ഡിസ്പ്ലേ ആണെങ്കിൽ അത് ഒറിജിനൽ ഡിസ്പ്ലേ ആണ്, അതിനെ കൊണ്ട് പ്രൈസ് കുറയാനും ഇതൊന്നുമില്ല. കാരണം ആപ്പിൾ സ്റ്റോറിന് ഒറിജിനൽ ഡിസ്പ്ലേ ആണ്ട് വേറെ കിട്ടൂല. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ജെനുവൻ ആപ്പിൾ പാർട്ട് കാണിക്കുന്നത്. ഒന്നും ആക്കി തരാനില്ല. ബാറ്ററി മാറിയ ഫോൺ നിങ്ങൾക്ക് 100% എടുക്കാം. പക്ഷേ ചോദിക്കണം, നല്ല ബാറ്ററി ആണോ അതോ ഉടായ്പ വെറുതെ 10-30 രൂപ ബാറ്ററി കിട്ടുന്ന ആൾക്കാരുണ്ടാവും, വെറുതെ 100 കാണിക്കാൻ പറ്റും. അത് വിട്ടിട്ടില്ല, കാരണം നമുക്ക് കൂടുതലും കൊടുത്തു കഴിഞ്ഞാൽ റിട്ടേൺ വരത്തില്ല. എന്തുകൊണ്ടാ വെച്ചാൽ നല്ല ബാറ്ററി ഇട്ട് കൊടുക്കുന്നുണ്ട്, അത് കോസ്റ്റ് കുറച്ച് കൂടും, പക്ഷെ നല്ലതാണ്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും വാങ്ങുമ്പോൾ ഒരു ഡൗട്ടാണ്, അയച്ച ഫോണാണോ എന്ന്. അയച്ച ഫോണാണെങ്കിൽ ബാറ്ററി മാറ്റാണ് അയച്ചെങ്കിൽ അത്ര വലിയ ഇഷ്യൂ വരില്ല. പിന്നെ അതിനനുസരിച്ച് 100 ബാറ്ററി കണ്ട അപ്പാട് ബാറ്ററി അയച്ച അങ്ങനെ ഒക്കെ മാറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പൈസ കുറച്ച് ചോദിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് നിങ്ങൾ പരമാവധി. വേറൊരു കാര്യം പറയാ, വാട്ടർ പ്രൂഫിൽ ഒരു ഫോണും ഇല്ല, അങ്ങനെ ഒരു ഫോൺ ഇറക്കിയിട്ടില്ല. അങ്ങനെ ആരെങ്കിലും വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരം അവിടെ ആ ബന്ധം കട്ട് ചെയ്ത് കിട്ടാം, എന്നിട്ട് കട്ട് ചെയ്താൽ വിടാം. പരിപാടി വാട്ടർ റെസിസ്റ്റന്റ് മാത്രം. അപ്പൊ ആ ഒരു സംശയത്തിനുള്ള ഈ വാട്ടർ റെസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഒരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 1 വർഷം 2 വർഷമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ വാട്ടർ റെസിസ്റ്റന്റിന്റെ ലെവൽ, അതായത് ഇത് സ്റ്റിക്കറാണ്, ഉള്ളിലിടുന്ന ഒരു ഗമ്മ് പോലത്തെ ചെയ്യും, അത് ദ്രവിച്ചു പോകും ചിലത്. അതൊരു പരിധി വരെയാണ്. അത് ആപ്പിൾ തന്നെ പറയുന്നുണ്ട്, കറക്റ്റ് സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് വാട്ടർ പ്രൂഫ് ആണെന്നിട്ട് 5 കൊല്ലം വാട്ടർ പ്രൂഫ് ആയിട്ട് വെള്ളത്തിലിട്ടിട്ട് കാര്യമില്ല. അതായത് വാട്ടർ പ്രൂഫ് സീൽ എന്ന് പറയുന്നത് അവർ സിംഡ്രേന്റെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അത് അയച്ച റിപ്പയർ ആക്കി കഴിഞ്ഞാൽ ആപ്പിൾ സ്റ്റോറിൽ റിപ്പയർ ആക്കി കഴിഞ്ഞാൽ പോകില്ല. ബാറ്ററി മാറ്റി കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിലിടുന്നില്ലല്ലോ, എന്തിനാ വെള്ളത്തിലിടുന്നത്? വാട്ടർ ഡാമേജിന് ആപ്പിൾ വാറണ്ടി കൊടുക്കുന്നില്ല. ഇപ്പൊ ആപ്പിൾ സ്റ്റോറിൽ നല്ല പുറത്തുനിന്നൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഇപ്പൊ അയച്ചു കഴിഞ്ഞാൽ ഈ ആ ഒരു ഇത് പോവോ? നമുക്ക് വാട്ടർ റെസിസ്റ്റന്റിന്റെ ഗമ്മ പുറത്തുനിന്ന് കിട്ടാനായിട്ട് അത് കിട്ടിക്കേണ്ടിടുന്ന ആൾക്കാരുണ്ട്, കുഴപ്പമൊന്നുമില്ല അതിൽ വരാൻ. മാക്സിമം വെള്ളത്തിൽ ഇടാണ്ട് വെറുതെ ഇത്രയും പൈസ കൊടുത്തിട്ട് വെള്ളത്തിലിടാനും വാങ്ങിയിട്ട് ഒരു 10-30 ദിർഹംസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കവർ കിട്ടും, നല്ല അടിപൊളി. അതിലിട്ടിട്ട് എടുക്കാം. മീനൊക്കെ വാങ്ങുമ്പോൾ ഒരു കറുത്ത സഞ്ചി കിട്ടും, അതിലൊക്കെ ആപ്പിൾ ആണെങ്കിൽ ഒരു മഴയൊന്നും വിളിച്ചൊന്നും സംഭവിക്കാന്ന്. ഓക്കെ, അപ്പൊ അടുത്ത
അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 12 Pro കഴിഞ്ഞു, ഇനി 13 Proയിൽ പോവാ 256 GB. ഓക്കെ 13 Pro. 12 Pro Max ഇല്ല? 12 Pro Max നമുക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമുക്കല്ല. ഓക്കെ ഇഷ്ടമില്ല 12 Pro Max ആരാധകർ. ഓക്കെ 13 Pro 84%, 84, 85, 86, 87 ഒക്കെ സാധനമൊക്കെ സ്റ്റോക്ക്. പ്രോ സീരീസ് എല്ലാം ഉണ്ട് കേട്ടോ. ഓക്കെ ഇനി 13 ഉണ്ട് കേട്ടോ ഇവിടെ. 13 വേണ്ടവർക്ക് 13 Pro പറഞ്ഞതിന് മുമ്പ് 13 1590 dirhams 256 ദിർഹത്തിന് iPhone 13 256 GB. ഓക്കെ 13 Pro 1899. ഇതിപ്പോ 84% ആണ് എത്ര? 1899 ആണ്. ഇപ്പൊ 85 above ആണെങ്കിൽ 1950. 1950 90 പ്ലസ് ഉള്ള 1, 2, 3 പീസ് ഉണ്ടെങ്കിൽ 2050. നീറ്റ് ആൻഡ് ക്ലിയർ ഉള്ള കിട്ടുള്ള സാധനം കേട്ടോ. നല്ല A++ ട്രിപ്പിൾ പ്ലസ് ആണ്. ഓക്കെ ഇവിടെ 13 Pro. ഓക്കെ അടുത്തത് ഇനിയിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ 13 Proയിൽ 512 GB. ഓക്കെ 512 GB വരും. ഓൺലി ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് 85+ ബാറ്ററി. 85+, 85+ ബാറ്ററി നിങ്ങൾക്ക് വരുന്ന സാധനം. ഗ്രാഫൈറ്റ് 5 വന്നിട്ടില്ലേ? 13 Pro 5 യൂസറാണ്. യൂസർ ഇതാ നല്ല കിട്ടുള്ള സാധനം. യൂസർ 512 ആപ്പിളിലേക്ക് ട്രേഡ് ചെയ്ത സ്റ്റോക്ക് ആയതുകൊണ്ട് അങ്ങനെ വരുന്നത്. നല്ല കിണ്ണ കജ്ജ സാധനം. സാധനം 85% മുകളിൽ ബാറ്ററി. iPhone 13 Pro സീരീസ് ഗ്രാഫൈറ്റ് കളർ നിങ്ങൾക്ക് എല്ലാം കിട്ടില്ല. 2100 dirhams 2100 ദിർഹത്തിന് ഞങ്ങൾ തരട്ടാ. അപ്പടി അല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒറ്റ പോക്ക് പോയി കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ഇവിടെ വെച്ചു. അപ്പൊ അതും കൂടെ അപ്പൊ ഇതെല്ലാം 85 മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90, 100 ഒക്കെ ഉണ്ടാവോ? 100 ജസ്റ്റ് ആക്റ്റീവ് ആയിരിക്കും. പക്ഷെ 89, 90, 89, 87, 88, 89 അങ്ങനെയൊക്കെ കിട്ടും. ഓക്കെ ഇതിനൊക്കെ ഈ പ്രൈസിനാണോ? 89 2100 ഈ പ്രൈസിന് കേട്ടോ. പക്ഷേ അതാ ഇത് എത്ര 89 ആട്ടോ. 89 ബാറ്ററി. ഓക്കെ മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വേഗം വന്നിട്ട് എടുക്കാൻ നോക്കുക. പടപട തീരും. പിന്നെ സാലറി കിട്ടി അല്ല ഓരോ കിട്ടിയിട്ടുണ്ടാവും, കഴിഞ്ഞിട്ടുണ്ടാവും, തുടങ്ങിയിട്ടുണ്ടാവും. എല്ലാം 1-ാം തീയതി കിട്ടില്ല. ചിലർക്ക് 5-ാം തീയതി കിട്ടും, ചിലർക്ക് 10-ാം തീയതി കിട്ടും. അപ്പൊ എല്ലാം കൂട്ടി എപ്പോഴും 1-ാം തീയതി കിട്ടൂല, 5-ാം തീയതി കിട്ടൂല, 10-ാം തീയതി കിട്ടൂല. എല്ലാവർക്കും പറയുന്നത്. അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് 13 Pro Max കൊടുക്കാം. 13 Pro Max 256 GB ഉണ്ട്, 1 TB ഉണ്ട്. 256 നമുക്ക് ഇത് കൊടുക്കാം 2300 dirhams കൊടുക്കാം. 2300 ദിർഹത്തിന് 256 GB 256. 1 TB ആണെങ്കിൽ 2599 കൊടുക്കാം. 2599 അല്ല 1 TB 1024 GB. 1024 1 TB 2599 2599 ട്ടാ. ഇത് 90% ബാറ്ററി. 90% ഇതോ 84+ വരും. 84+ വരും. നമ്മുടെ 13 Pro Max 250 GB. അതുപോലെ 1 TB 90 എബോവ് ബാറ്ററി ഉണ്ടാവും. 90 എബോവ് അല്ലേ? 1 TB. 13 Pro Max കഴിഞ്ഞു. ഏറെക്കുറെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ല ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് കേട്ടോ. നോൺ ആക്റ്റീവ്, ആക്റ്റീവ്, യൂസർ 80%, 90%. അതുപോലെ തന്നെ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള കിട്ടുന്ന സാധനങ്ങളാണ്. ഇനി ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഓഫറുള്ള ഫോണുകൾ. ഫസ്റ്റ് കൊടുക്കുന്നത് 14 Pro നോൺ ആക്റ്റീവ് 1 TB യൂസ് ചെയ്യാത്ത ഫോണ് കൊടുക്കുന്നത് 3000. 1 TB 3000 ഇട്ടാ. എന്തുകൊണ്ടാണ് കൊടുക്കുന്നത് മൈനർ ഷെയ്ഡ്. ഒറ്റ ഷെയ്ഡിനാ ഇവർ കവറിട്ട് തീരെ കാണും. 1 TB ഇത്ര വലിയ ഓഫറാ കൊടുക്കട്ടെ. നമ്മുടെ നുമ്മജന ഒറ്റൊരു വരെയുള്ളൂ കേട്ടോ. ഇത് ഷെയ്ഡ് മാനുഫാക്ചർ ഡിഫക്റ്റ് കാരണം 1 TB 3000 ദിർഹത്തിന് നോൺ ആക്റ്റീവ് കൊടുക്കും അല്ലേ? പിന്നെ അടുത്ത ഓഫർ പ്ലീസ്. അടുത്ത ഓഫർ നെക്സ്റ്റ് പറയാനുള്ള കാരണം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാനുള്ളത് 12 കൊടുക്കാം. 1099 dirhamsന് 12 ബാറ്ററി മാറിയത് മാത്രം. ബാറ്ററി മാറിയത് അത് അത്ര തന്നെയല്ലേ വില ഉള്ളൂ. അത്ര നല്ല അത് 1950 dirhams കൂടി കുറച്ചിട്ട് അങ്ങനെ കൊടുക്കുന്ന സ്റ്റോക്ക് ഉണ്ട്. 3-4-5 പീസ് ഉണ്ടാവും. ഓക്കെ iPhone 12 നല്ലൊരു കിലോ ഓഫറാ. ബാറ്ററി മാറിയത് അപ്പോൾ ഏകദേശം കൊടുത്തല്ല. ഇനിയിപ്പോൾ വേറെ കൊടുക്കാനുള്ള പറഞ്ഞാൽ 14 Pro Max 512 GB. അത് നമുക്ക് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3350. ഏത് 14 Pro Max 512 GB യൂസ് കൊടുത്തില്ലായിരുന്നു നമ്മൾ? ഇല്ല, നമ്മൾ കൊടുത്തിട്ടില്ലായിരുന്നു. ഓക്കെ യൂസർ മാത്രമേ കൊടുത്തുള്ളൂ. ഓക്കെ അപ്പോൾ അതാ 512 GB യൂസ്ഡ് 14 Pro Max. യൂസ്ഡ് ഫോൺ ഇതാ യൂസ്ഡ് ഫോണുകൾ യൂസ്ഡ് 14 Pro Max 512 GB യൂസേഴ്സ് ആണ്. ഇതിന്റെ ബാറ്ററി പെർസെന്റ് എത്ര വരുന്നത്? അതിന്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ 90+ ഉണ്ടാവും. 89+ ഉണ്ടാവും. 89, 90, 92, 93, 94, 95, 96, 97, 98, 3350 ദിർഹത്തിന് 512. ചിലതിൽ ആപ്പിൾ ജെനുവിനോ ആപ്പിൾ പാട്ട് മെസ്സേജ് ഒക്കെ ഉണ്ടാവും കേട്ടോ.
ഓക്കെ, അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോ. 3350 നിങ്ങൾക്ക് യൂസർ കിട്ടുന്നത്. 14 Pro Max നിങ്ങൾ ഇതിന് എത്ര പറഞ്ഞ? 3400 ഉള്ളൂ. അത് 3300. അതൊക്കെ ഒരു ഓഫർ കിട്ടുമ്പോൾ കിട്ടും. പ്രൈസ് ചിലതിന് കൂടി വരും, ചിലതിന് കുറഞ്ഞു വരും. നിനക്ക് ജസ്റ്റ് ആക്റ്റീവ് അടിപൊളി പ്രൈസ്, അടിപൊളി പ്രൈസ് ആണ്. ജസ്റ്റ് ആക്റ്റീവ് അല്ല കിണ്ണം കാഴ്ച പ്രൈസ് കേട്ടോ. 14 Pro Max അടിപൊളി പ്രൈസ് ആണ്. ഓക്കെ, ജസ്റ്റ് ഇവിടെ നേരത്തെ എത്തി വെച്ചിട്ടുണ്ട്. വെച്ചിട്ടാണ് ഞങ്ങൾ. ഇപ്പം എല്ലാം കഴിഞ്ഞാ? എല്ലാം കഴിഞ്ഞു. പൊളിച്ചില്ലേ? പൊളിച്ചു. ഓക്കെ, അപ്പോൾ പെരുന്നാളെന്ന് 16-ാം തീയതി. പെരുന്നാൾ 16-17 ഒക്കെ ഉണ്ടാവും. 16-17 ഓഫർ നമുക്ക് വേറെ വെട്ടിക്കെട്ട് ഓഫറായിട്ട് നമ്മൾ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കമന്റ് ചെയ്യണം കേട്ടോ. ചിലപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോയിൽ എന്തെങ്കിലും പിന്നെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ആ വാച്ചിന്റെ വീഡിയോ ഇത് നല്ലൊരു കമന്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെ കമന്റ് തിരഞ്ഞെടുത്തിട്ട് ആ വാച്ച് തരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ഭയങ്കര തിരക്കായോണ്ട് ഇപ്പോൾ നോക്കാൻ സമയം കിട്ടുന്നില്ല വല്ലാത്തപ്പോൾ. അപ്പൊ നമ്മള് കമന്റ് ഇതിലും കൂടെ നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. എന്നെ ഇഷ്ടപ്പെടാതിരിക്കാം. ഇയാളെ ഇഷ്ടപ്പെടാതിരിക്കാം. എന്നെ ഇഷ്ടപ്പെടുന്ന അപ്പൊ നിങ്ങളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കമന്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കമന്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ നൈസായിട്ട് ചാറ്റൊക്കെ ചെയ്തിട്ട് ഞാൻ പറയും, വിളിച്ച് പറഞ്ഞിട്ട് എന്തെങ്കിലും ഞാൻ വാച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വരുന്നൊരു അറ്റാച്ച്മെന്റ് പിള്ളേർ നമ്മളെ കുറെ ഈ പണിയൊക്കെ കഴിഞ്ഞ് പോയി. ഞാൻ ഇവിടുന്ന് ഐഫോൺ X കൊടുത്തിട്ടുണ്ടല്ലോ ഒരാൾക്ക്. നമ്മുടെ സന്തോഷമാണ്, വേറെ ഒന്നുമല്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കേണ്ട വേറെ ഒന്നും വിചാരിക്കണം ഒന്നുമല്ല. അപ്പൊ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഒരു കുഴപ്പമില്ല. ഇടയ്ക്കൊന്ന് എയർലെല്ലാം കയറി തായിലേക്ക് നല്ലൊരു ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഉണ്ടായിരുന്നു, എല്ലാവരും കണ്ടിട്ടുണ്ടാവും ചേക്കുന്നു. കണ്ടവരൊക്കെ കമന്റ് അടിക്കട്ടെ. കുറച്ച് എയർലാണ് അത് നമ്മള് എയർലുള്ളത്. എയറില് കിടക്കട്ടെ ഇതായിപ്പോയി. നമ്മളെ കണ്ടന്റ് എടുക്കുമ്പോഴേ നമുക്കറിയാം നമ്മൾ എയറിൽ പോകാനുള്ളതാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് എടുത്തിട്ട് തള്ളക്കുളിയും കേട്ടു. എന്നാലും വിഷയമില്ല. നോക്കണേ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ മതി. നല്ല അടിപൊളിയായിട്ട് എയറിലാണ്. അപ്പൊ എന്തായാലും പെരുന്നാളിന് കൂടുതൽ കിട്ടുന്ന ഓഫറായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഇപ്പൊ അങ്ങോട്ടുള്ള വീഡിയോ നമ്മളെ ഫോൺ ഗാരേജിന്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ ഖത്തറിലും കൂടി തുടങ്ങി കഴിഞ്ഞാൽ നമ്മളെല്ലാ തുറന്ന എല്ലാ ഔട്ട്ലെറ്റുകളിലും നമ്മൾ സർവീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡൈവേർട്ട് ആക്കാനും പിടിക്കാനൊക്കെ ഉള്ള സംഭവം നോക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ നോക്കേണ്ട ആവശ്യം വേറൊരു കാര്യം ചിന്തിക്കേണ്ട ആവശ്യം, ഒമാനിലേക്ക് ഡെലിവറി വേണ്ട ഒരു 50 ദിറംസ്, ഓൺലി 55 റിയാലിന് ചെയ്തിട്ടു. മാക്സിമം 2 days അല്ലെങ്കിൽ 1 day. ഓക്കെ, ഖത്തറിലെ പുതിയ ഷോപ്പ് നമ്മൾ തുടങ്ങുന്നതായിരിക്കും. ഒമാനിലെ ഡെലിവറി ഉണ്ട്. അതുപോലെ തന്നെ സൗദിയിൽ ഇപ്പോൾ ഒന്നും ആയിട്ടില്ല. ബാക്കിയുള്ള സൗദിയിലേക്കുള്ള ഡെലിവറി നമുക്ക് നോക്കാം. ഖത്തറിൽ വന്നു കഴിഞ്ഞാൽ ഖത്തർ വഴി സൗദിയിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് വേഗം നോക്കാം. സൗദിക്കാരെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ എത്തുന്നില്ല. എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും വഴി നമ്മൾ ഉണ്ടാക്കി തരും. നമുക്ക് സെറ്റ് ആക്കി കൊടുക്കാം. അപ്പൊ എന്തായാലും പെരുന്നാൾ ഞങ്ങൾ എന്തായാലും അടിപൊളി ഉഷാറായിട്ടുള്ള ഓഫറായിട്ട് വരുന്നതായിരിക്കും. മാക്സിമം കമന്റ് ഇട്ടാ. കമന്റ് ആണ് നമ്മളെ എല്ലാം. ഷോപ്പിൽ വന്നില്ലല്ലോ കമന്റ് ഒക്കെ ഇട്. ബെഡിക്കെട്ടായിട്ട് തകർക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു. പൊളി.